വലിക്ക് 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 മുറിക്ക്. കൈപ്പോച്ചേ. മ്യൂസിക് കൂട്ടു. ഇന്ന് നമ്മുടെ പട്ടം ഏറ്റവും ഉയരത്തിൽ പറക്കും. ഓ, ഈ വാച്ച് കുടുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സിമ്രൻ ശ്രദ്ധിക്കണേ, 2 ലക്ഷത്തിൻ്റെതാ. അരെ ചിൽ ഡാർലിംഗ്, നമ്മളല്ലാതെ മറ്റാരുണ്ട് ഈ ടെറസിൽ? ഓ യാ, നോക്കൂ, കറുത്ത കൈറ്റ് നീലയെ കട്ട് ചെയ്തു. അതിനെ ചുറ്റൂ. വാ, എന്ത് ചെയ്യാനാ? വരൂ, ഇനി ഞാൻ എന്റെ വാച്ച്. സിമ്രൻ, നീ എടുത്തോ. ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എന്റെ ഡയമണ്ട് വാച്ച് എവിടെയാ പോയത്? ഇതുവരെ എവിടെ ഉണ്ടായിരുന്നു? എന്റെ ഫോൺ മോഷണം പോയി. എന്റെ ഇയറിംഗാ മോഷണം പോയത്. സംക്രാന്തി ദിനത്തിൽ എന്താണ് സംഭവിച്ചത്? എല്ലായിടത്തും മോഷണം, പക്ഷെ എങ്ങനെ? ജീവിതവും പട്ടത്തിന്റെ ചരടും. നിങ്ങൾ കൂടുതൽ വലിക്കുന്തോറും അവ കൂടുതൽ കുടുങ്ങിപ്പോകും. അതൊക്കെ അതിന്റെ വഴിക്ക് വിട്ടേക്ക്. ഹാപ്പി മകര സംക്രാന്തി സർ. ആലിയ, ഇത് കൈറ്റാണോ അതോ മെനു കാർഡോ? സർ, ഇതാണ് സമോസ ജെറ്റ് 3000. ഇത് വായുവിൽ പറക്കുമ്പോൾ ശത്രു വിശപ്പ് കൊണ്ട് ഡിസ്ട്രാക്ട് ആകും. അങ്ങനെ ഞാൻ അവരുടെ പട്ടത്തിന്റെ ചരട് മുറിച്ചു കളയും. മധുരം കഴിക്കൂ, അത് നിങ്ങളുടെ ബുദ്ധി ഉണർത്തും. ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് നല്ല കാര്യമാണ്, എന്നാൽ ഡിയർ ഡിറ്റക്റ്റീവ് മെഹുൽ, നാഗ്പൂരിലെ റൂഫ് ടോപ്പുകളിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ആളുകൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. സെക്യൂരിറ്റി ടൈറ്റുമാണ്. ഒരു കള്ളനെയും കാണുന്നില്ല. ആരും ഓടിപ്പോകുന്നതും കാണുന്നില്ല. ടെറസിൽ സാധനങ്ങൾ വച്ച അടുത്ത നിമിഷം അത് അപ്രത്യക്ഷമാകുന്നു. ഈ ഇൻവിസിബിൾ മിസ്റ്ററി സോൾവ് ചെയ്യൂ. റിവാർഡ് 50 ഡിറ്റക്റ്റീവ് IQ പോയിന്റ്സ്. ആലിയ, ഒരു വസ്തുവും ഇൻവിസിബിൾ ആകില്ല. നമ്മൾ കാണുന്ന ആംഗിൾ തെറ്റായതുകൊണ്ടാണ്. ഭൂമിയിൽ അടയാളമില്ലെങ്കിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും നോക്കേണ്ടി വരും. ലോജിക്കൽ ആർമി, കേസ് നമ്പർ 9, ദി ഇൻവിസിബിൾ റോബർ. ലോജിക്കും ആക്ഷനുമായി നമ്മുടെ ടീം റെഡിയാണ്. പക്ഷേ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് പട്ടം പറത്താൻ നൂൽ ആവശ്യമുള്ളതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. പെട്ടെന്ന് സബ്സ്ക്രൈബ് ബട്ടന്റെ നൂൽ വലിക്ക്, കൂടാതെ ബെൽ ബട്ടൺ പ്രസ്സും ചെയ്യും. നിങ്ങൾക്ക് പട്ടം പറത്തുന്നത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടണിൽ കൈപ്പൂച്ച ചെയ്യൂ. ഡിറ്റക്റ്റീവ് മെഹുൽ, നിങ്ങൾ വന്നോ? എന്റെ 2 ലക്ഷത്തിന്റെ ഡയമണ്ട് വാച്ച് കാണുന്നില്ല. പോലീസ് പറയുന്നത് അത് വായുവിൽ അപ്രത്യക്ഷമായി എന്നാണ്. കാറ്റിൽ? മാം, എന്താ നിങ്ങളുടെ വാച്ചിന് വിങ്സ് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും ടൈം ഫ്ലൈസ് എന്ന തമാശ പറയുന്നതാണോ? ആലിയ, ജോക്സ് പിന്നീട്. മാം, വാച്ച് എക്സാക്ട്ലി എവിടെയാ വച്ചിരുന്നത്? ഇവിടെ, ഈ ഗ്ലാസ് ടേബിളിൽ. ഞാൻ 5 സെക്കൻഡ് നേരത്തേക്ക് തിരിഞ്ഞിട്ട് നോക്കിയപ്പോഴേക്കും ആ വാച്ച് ഇവിടെ കാണാനില്ല. സർ, ടെറസിന്റെ അരികിൽ ആരും ഉണ്ടായിരുന്നില്ല. വെയിറ്റർ ദൂരെ ആയിരുന്നു. ഏതെങ്കിലും അദൃശ്യനായ ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയൂ. ആലിയ, മനുഷ്യന് ഇൻവിസിബിൾ ആകുവാൻ കഴിയും, പക്ഷേ ഫിസിക്സിന് അങ്ങനെയല്ല. ഇവിടെ നോക്കൂ, ഗ്ലാസിൽ നീളമുള്ളതും നേർത്തതുമായ ഒരു സ്ക്രാച്ച് ഉണ്ട്. എന്തോ ഒന്ന് വാച്ച് ഉയർത്തിയില്ല, പക്ഷേ വലിച്ചിഴച്ചു പോയതുപോലെയാണ്. വലിച്ചിഴച്ചോ? പക്ഷെ ആരാ? ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ വേറൊരു ക്ലൂ കൂടിയുണ്ട്. ലോജിക്കൽ ആർമി, പസിൽ നമ്പർ 1. ഈ ടേബിളിൽ ഒരു പിങ്ക് പൗഡർ വീണ് കിടപ്പുണ്ട്. ക്രൈം സോൾവ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഈ പൗഡർ. ഇത് നിറമുള്ള പൊടിയല്ല, എന്തെന്നാൽ ഇത് തിളങ്ങുന്നുണ്ട്. ഇത് മേക്കപ്പും അല്ല, ഇത് നേർത്ത ഗ്ലാസ് ആണ്. സർ, ചിലപ്പോൾ മാം ദേഷ്യത്തിൽ അവരുടെ വളകൾ പൊട്ടിച്ചിട്ടുണ്ടാകും. ഇല്ല ആലിയ, വള പൊട്ടിയിരുന്നുവെങ്കിൽ കഷ്ണങ്ങൾ വലുതാകുമായിരുന്നു. ഇത് വളരെ നേർത്ത പൗഡറാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ഈ ഗ്ലാസ് എങ്ങനെ ഇവിടെ എത്തി? ഒരു ഗ്ലാസ് പോലും പൊട്ടിയിട്ടുമില്ല, ഒന്നും വീണതുമില്ല. വൃത്തിയുള്ള ഒരു മേശയിൽ ഒരൊറ്റ സ്ക്രാച്ചും കുറച്ച് ഗ്ലാസ് പൊടിയും. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഡിറ്റക്റ്റീവ്, ഒരു മോഷണം കൂടി നടന്നിരിക്കുന്നു. സെക്ടർ 5 ടെറസിൽ നിന്ന് ഒരു സ്മാർട്ട് ഫോൺ അപ്രത്യക്ഷമായി. വരൂ ആലിയ. ഇതെന്ത് സെക്യൂരിറ്റിയാണ്? എന്റെ ബ്രാൻഡ് ന്യൂ ഫോൺ ടേബിളിൽ ഉണ്ടായിരുന്നു. ഞാനൊരു സെൽഫി എടുക്കുവാൻ സൈഡിലേക്ക് പോയി, അപ്പോഴേക്കും ഫോണും പോയി. സർ, സെൽഫി എടുക്കുന്നതിന് മുൻപ് ഫോൺ കയ്യിലുണ്ടായിരിക്കണം, ശരിയല്ലേ? അത് മറ്റൊരു ഫോണിൽ നിന്ന് എടുക്കുകയായിരുന്നു. എന്റെ വില കൂടിയ ഫോൺ ടേബിളിൽ തന്നെ ആയിരുന്നു. ടേബിൾ കാണിക്ക. ഇവിടെയും അതേ അടയാളം, ടേബിളിൽ സ്ക്രാച്ചും ഉണ്ട്. സർ, എന്നാൽ ഇവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ഈ ടെറസും ഐസൊലേറ്റഡ് ആണ്. ഒരു ഇൻവിസിബിൾ കൈക്ക് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയൂ. കൈ ഇൻവിസിബിൾ ആയിരുന്നില്ല ആലിയ, അതല്പം വിചിത്രമായിരുന്നു. ലോജിക്കൽ ആർമി, പസിൽ നമ്പർ 2.
ഈ ടേബിൾ ശ്രദ്ധിച്ചു നോക്ക്. ഫോൺ അപ്രത്യക്ഷമാണ്. എന്നാൽ കള്ളൻ തിടുക്കത്തിൽ ഒരു അടയാളം അവശേഷിപ്പിച്ചു. എന്താ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ അടയാളം എന്താണെന്ന്? ഇത് നോക്ക്. ടേബിൾ ക്ലോത്തിന്റെ മൂല മുകളിലേക്ക് മടങ്ങിയിരിക്കുന്നു. കാറ്റിൽ വസ്ത്രങ്ങൾ പറന്നു പോകും, അവ മടങ്ങാറില്ല. ഇതിനർത്ഥം എന്തോ ഉപയോഗിച്ച് ഫോൺ എടുക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ അബദ്ധത്തിൽ വസ്ത്രത്തിൽ ഹൂക്ക് ചെയ്ത് മുകളിലേക്ക് വലിച്ചു. ഫിഷിംഗ് ഹൂക്ക്. അതിനർത്ഥം ആരോ ഒരു ഫിഷിംഗ് റോഡ് ഉപയോഗിച്ച് മോഷ്ടിക്കുകയാണെന്നല്ലേ? പക്ഷേ എങ്ങനെയായിരിക്കും സർ? നോക്കൂ, അടുത്തൊരു ബിൽഡിംഗും ഇല്ല. ഏറ്റവും അടുത്തുള്ള ബിൽഡിംഗ് കുറഞ്ഞത് 100 മീറ്റർ അകലെയുമാണ്. ഇത്രയും ദൂരെ നിന്ന് ഒരാൾക്ക് എങ്ങനെ ഫിഷിംഗ് റോഡ് എറിയുവാൻ കഴിയും? ഇത് ഇമ്പോസിബിൾ ആണ്. പറഞ്ഞത് ശരിയാണ് ആലിയ. ഫിഷിംഗ് റോഡിന് ഇത്രയും ദൂരം വരുവാൻ കഴിയില്ല. ഭൂമിയിലൂടെയുള്ള ദൂരം കവർ ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ വഴി വായുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കും. വായുവിലൂടെ? എന്റെ കള്ളൻ ഇപ്പോൾ സ്പൈഡർമാനായി മാറിയോ? ഇല്ല, പക്ഷെ എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കള്ളൻ നമ്മുടെ ചുറ്റുമല്ല, മറിച്ച് നമ്മുടെ മുകളിലാണ്. ഫോഴ്സിന്റെ അടയാളം വടക്കോട്ടാണ്. കാറ്റും വടക്കോട്ടാണ് വീശുന്നത്. ഇതിനർത്ഥം എന്താണോ വന്നത് അത് കാറ്റിനൊപ്പമാണ് വന്നത്. അവൻ കളിക്കുന്നത് ഭൂമിയിലല്ല, ജിയോമെട്രിയിലാണ്. അയാൾക്ക് ഈ 2 റൂഫ് ടോപ്പിൽ നിന്നും മോഷ്ടിക്കുകയും വേണം. അതിനൊരു ഫിഷിംഗ് റോഡ് ഉപയോഗിക്കുകയും ചെയ്താൽ അയാൾക്കൊരു കോമൺ പോയിന്റ് ആവശ്യമായി വരും. കോമൺ പോയിന്റ്? പസിൽ നമ്പർ 3. ഈ 2 വീടുകളും നിരീക്ഷിക്കുവാൻ കള്ളന് ഒരു പെർഫെക്റ്റ് സ്പോട്ട് ആവശ്യമാണ്. മാപ്പിൽ നോക്ക്. കാറ്റ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാ പോകുന്നത്. 2 മോഷണ സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുമുണ്ട്. പറയൂ, കള്ളൻ ഏത് ബിൽഡിംഗിലാ ഒളിച്ചിരിക്കുന്നതെന്ന്? ബിൽഡിംഗ് 1 ചെറുതാണ്, കൂടാതെ ട്രീ കൊണ്ട് ബ്ലോക്ക്ഡും ആണ്. ബിൽഡിംഗ് 3 നോർത്തിലാണ്. കള്ളൻ അവിടെ ആയിരുന്നുവെങ്കിൽ അയാൾക്ക് കാറ്റിനെതിരെ ഹുക്ക് എറിയേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണ്. ശരിയായ ഉത്തരം ബിൽഡിംഗ് 2 ആണ്. ഇത് അപ്വിൻഡ് ആണ്. ഇവിടെ നിന്ന് അയാൾക്ക് എളുപ്പത്തിൽ തന്റെ ഡിവൈസ് വായുവിൽ പൊക്കിക്കിടത്തി റൂഫ് ടോപ്പിൽ എത്തിക്കുവാൻ കഴിയും. ഓ, അതിനർത്ഥം അയാൾ അവിടെ മുകളിൽ നിന്ന് ഇവിടെ ഫിഷിംഗ് ചെയ്യുകയാണെന്നല്ലേ? എക്സാക്ട്ലി. അത് സ്കൈലൈൻ കൺസ്ട്രക്ഷൻ ടവർ ആണ്. ജോലി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു സെക്യൂരിറ്റിയും കാണില്ല. പെർഫെക്റ്റ് ഹൈഡിംഗ് സ്പോട്ട്. വരൂ ആലിയ, ഇത്തവണ നമ്മൾ കള്ളനെ പിടികൂടുന്നത് ഭൂമിയിൽ വെച്ചല്ല. സർ, ഞാൻ എന്റെ സമൂസ കയറ്റെടുക്കട്ടെ. ചിലപ്പോൾ ഒരു ഡോഗ് ഫൈറ്റ് നടത്തേണ്ടി വന്നേക്കാം. എടുത്തോ ആലിയ, ചിലപ്പോൾ ആവശ്യം വന്നാലോ. സോയ, പെട്ടെന്ന് ചെയ്യ്. കാറ്റ് നന്നായി വീശുന്നുണ്ട്. എന്റെ ഡിസ്കോ പട്ടം പറക്കുവാൻ വേണ്ടി റെഡിയുമാണ്. ശരി. ഇപ്പോൾ മനസ്സിലായോ മോഷണം എങ്ങനെയാ നടന്നതെന്ന്? അത് പിന്നെ മകരസംക്രാന്തി ഉത്സവം അവർക്ക്. ഗിഫ്റ്റ് എനിക്ക് ടാർഗറ്റ് ലോക്ക്, ഡയമണ്ട് വാച്ച്. കാറ്റ് നോർത്തിലേക്കാ വീശുന്നത്. പെർഫെക്റ്റ് ഡ്രിഫ്റ്റ് കിട്ടും. വരൂ ഹുക്ക് അങ്കിൾ, ജോലി തുടങ്ങൂ. കുറച്ചുകൂടി മതി. മേശയ്ക്ക് മുകളിൽ ഹോവർ ചെയ്യണം. ഫിഷ് കുടുങ്ങി. വരൂ എന്റെ റാണി, പപ്പയുടെ അടുത്തേക്ക് വരൂ. സർ, മോഷണം എങ്ങനെയാണ് നടന്നതെന്ന് ഇപ്പോ മനസ്സിലായോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു. സസ്പെൻസ് കൂടാതെ ഇപ്പോ തന്നെ അത് പറയൂ. ആലിയ, ഓർമ്മയുണ്ടോ സോയ ഇപ്പോൾ എന്താ ചെയ്തതെന്ന്? അവൾ മെയിൻ സ്ട്രിങ്ങിൽ ഒരു ചെറിയ ഹൂക്ക് കുടുക്കി, ലൈറ്റ്സ് തൂക്കിയിടുന്നതിന് വേണ്ടി. ആ, അതിന്? കള്ളനും അത് തന്നെയാ ചെയ്യുന്നത്. അയാൾ ലൈറ്റ്സിന് പകരം ഫിഷിംഗ് ഹൂക്ക് തൂക്കിയിടുന്നു. ഓ ദൈവമേ, അതിനർത്ഥം വായുവിലൂടെ മോഷണം. വാവ്, കള്ളൻ ഒരു ഫിസിക്സ് പ്രൊഫസറാണെന്ന് മനസ്സിലായി. ആലിയ, വരൂ, നിന്റെ സമൂസ പട്ടം റെഡിയാക്കി വെക്ക്. അതിന്റെ ചരട് ഏറ്റവും വേഗതയുള്ളതായിരിക്കണം. യെസ് സർ, എന്റെ സമോസ ജെറ്റ് റെഡിയാണ്. ഇത്തവണ ഞാൻ ആ കൊള്ളക്കാരൻ ജീവിതകാലം മുഴുവനും ഓർമ്മിക്കുന്ന തരത്തിൽ കൈപ്പോച്ച് ചെയ്യും. ഗുഡ്. നാളെ രാവിലെ നമ്മൾ ഫൈനൽ കളി കളിക്കും. റെഡിയായിരിക്കണം. അടുത്ത ടാർഗറ്റ് മുന്നിലിരിക്കുന്ന ബിൽഡിംഗിലെ ഗോൾഡ് നെക്ലേസ്. സർ, പോസ് ചെയ്ത് എന്റെ കഴുത്ത് വേദനിക്കുക. ഈ കള്ളൻ എന്തുകൊണ്ടാ വരാത്തത്? ക്ഷമയോടെ കാത്തിരിക്ക. വേട്ടക്കാരൻ തന്റെ ഇരയെ കണ്ടെത്തി. Now. എന്താ ഈ രണ്ടാമത്തെ വട്ടം? ഇത് എവിടെ നിന്നാ വന്നത്? മാറൂ. യെസ് സർ, കുടുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ അത് കട്ട് ചെയ്യൂ, എന്നിട്ട് അതിനെ സമോസയാക്കൂ. അവൻ രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഫ്രിക്ഷൻ വർദ്ധിപ്പിക്കണം. ക്യാച്ച്. തട്ടി. അങ്ങനെ. ഇല്ല, ഞാൻ തരില്ല എന്റെ കഠിനാധ്വാനം. ഗെയിം ഓവർ.
ടൈപ്പോച്ചേ വിജയിച്ചു. ടാർഗറ്റ് ന്യൂട്രലൈസ്. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം താഴെ വീണു. സർ, എന്തൊരു മികച്ച ഷോട്ട്. നല്ല രസമായിരുന്നു. അവന്റെ പട്ടം പോയി. ഇപ്പോൾ അവനും പോയി. പട്ടം മുറിഞ്ഞു, കയറും പൊട്ടി. ഇനി കള്ളന് ഒരിടത്തും ഓടുവാൻ കഴിയില്ല. എന്റെ മോഷണം കണ്ടെത്തി. ഇവിടെ നിന്ന് ഓടിപ്പോകണം. സർ, എന്ത് ടൈമിംഗ് ആയിരുന്നു. ഞാൻ കിക്ക് ചെയ്തു, നിങ്ങൾ ട്രിപ്പ് ചെയ്തു. സോളിഡ് ടീം വർക്ക്. കേസ് സോൾഡ്. എല്ലാ മോഷണ സാധനങ്ങളും കിട്ടി. സർ, ഇത്തവണ എനിക്ക് 25 പോയിന്റ്സ് കിട്ടുമല്ലോ. ആലിയ, ഇത്തവണയും 20 പോയിന്റ്സ് മാത്രം. 5 പോയിന്റ്സ് സോയയ്ക്ക് കിട്ടും. പക്ഷേ അതെന്തുകൊണ്ട്? ലോജിക്കൽ ആർമി, സോയയ്ക്ക് എന്തുകൊണ്ടാ 5 പോയിന്റ്സ് കിട്ടിയത്? കമന്റ് ചെയ്യ്.